ഫാസിസത്തിനെതിരായി കോൺഗ്രസ് മാത്രമേ ഇന്ത്യയിലുള്ളൂവെന്നും അതാണ് ഇന്ത്യയിൽ ആകമാനമുള്ള ഫലങ്ങൾ സൂചിപ്പിക്കുന്നതെന്നും കെ സുധാകരൻ. ജനങ്ങളോടൊപ്പമായിരുന്നു എന്നും ആ വിശ്വാസം അവർ തിരികെ തന്നുവെന്നും സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ജനങ്ങളുടെ വിശ്വാസത്തെ അനുസരിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. ജനകീയ വികാരത്തിന്റെ പ്രതിഫലനമാണ് ഈ റിസൾട്ട്. ആരുടെയും കമ്പൽഷനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പ്രചരണ രംഗത്ത് വളരെ മിതമായ രീതിയിലാണ് രാഷ്ട്രീയ പാർട്ടി പ്രചരണങ്ങൾ നടത്തിയത്. സമ്മർദ്ദത്തിൻ്റെ ഒരു മേഖലയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ കുറേ യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു. ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മനസ്സിൽ തറച്ചു. അവർ അത് ഉൾക്കൊണ്ടു. അതിനടിസ്ഥാനത്തിൽ അവർ പ്രതികരിച്ചു. ആ പ്രതികരണത്തിൻ്റെ ഭാഗമായാണ് ഈ റിസൾട്ട് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യയും ഫാസിസത്തോട് കർശനമായ രീതിയിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ. അതാണ് ഫാസിസത്തിനെതിരെ സംസാരിക്കാൻ കോൺഗ്രസ് അല്ലാതെ മറ്റാര്? ഇപ്പോൾ ഉത്തരേന്ത്യയിലെ തെരഞ്ഞെടുപ്പിൻ്റെ തരംഗം കണ്ടില്ലേ? നമ്മൾ പ്രതീക്ഷക്കപ്പുറത്താണ്. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ BJPയെ ഹോസ്റ്റ് ചെയ്ത് ജനാധിപത്യ മതേതര ശക്തികൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നേതൃത്വ സംഘത്തിൽ വരും. ഒരു തർക്കവും വേണ്ട. പരമാവധി പോയാലും ഒരു 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, അതിൻ്റെ അങ്ങോട്ട് പോകണ്ട. കാരണം വാക്ക് പാലിക്കാത്ത ഒരു ഗവൺമെൻറ്റും മതേതരത്വം ഇല്ലാത്ത ഒരു സർക്കാരും ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാത്ത ഒരു ഗവൺമെൻറ്റും, അങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ എത്ര കാലം ജനങ്ങൾ കൊണ്ടു നടക്കും? ഈ ഭരണവിരുദ്ധ വികാരമില്ലെന്നായിരുന്നല്ലോ ഇടതുപക്ഷത്തിൻ്റെ പ്രധാനമായിട്ടുള്ള പ്രചരണം. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ഇപ്പോൾ അവർക്ക് മനസ്സിലായില്ലേ? 20 സീറ്റുണ്ട് കേരളത്തിൽ. CPM ഒറ്റക്ക് മത്സരിച്ച് ജയിച്ച് ഭരിച്ച സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് എത്ര സീറ്റാണ് ഇപ്പോൾ അവർക്ക് കിട്ടിയത്? CPMന് എത്ര സീറ്റാണ് കിട്ടിയത്? ഒരു സീറ്റിലാണ് ലീഡ്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പാർട്ടിയുടെ പൊസിഷൻ എന്താണ്, ജനമനസ്സിൽ അവർക്കുള്ള സ്ഥാനം എന്താണെന്ന് മനസ്സിലായില്ലേ? എന്നാണ് കണ്ണൂരിലെ ജനങ്ങളോട് വീണ്ടും ഊഴം തന്നിരിക്കുകയാണല്ലോ നിങ്ങൾക്ക്. എൻ്റെ ജനത എൻ്റെ ഹൃദയത്തിലാണ്. ഒരിക്കലും അവരെ കൈവിടില്ല. അവരുടെ ഏത് പ്രശ്നത്തിനും ഒരു വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാകും. എത്രയോ അനുഭവങ്ങൾ ഇവിടെ ഇരുന്ന ആളുകൾക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ വിടാനും പറ്റില്ല, എനിക്ക് അവരെ വിടാനും പറ്റില്ല. ആ ഒരു ബന്ധം അവസാനത്തെ ശ്വാസം വരെ എന്നോടൊപ്പം ഉണ്ടാകും. അതോടൊപ്പം രാഷ്ട്രീയം ഉണ്ടാകും.